Hello viewers, welcome to sugarbiss. അപ്പോൾ ഇന്നത്തെ ഒരു iMacന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. M1 ചിപ്പിന്റെ iMac. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു വലിയ കാർഡ്ബോർഡ് ബോക്സിൽ പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് iMac കിട്ടിയത്. അപ്പോൾ പ്രൈസ് ഒക്കെ എല്ലായിടത്തും കമ്പയർ ചെയ്ത് ഷോപ്പിലൊക്കെ പോയി നോക്കിയിട്ട് ഞങ്ങളിത് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാർഡ്ബോർഡ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഒരു രക്ഷയില്ലേ, അതിൻ്റെ പാക്കിങ് നല്ല അടിപൊളിയായിട്ട് അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാർഡ്ബോർഡ് ഒന്ന് താഴത്തെ മാറ്റിയിട്ട് അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യണമെന്ന് നോക്കാം. പതുക്കെ എടുത്തൊന്ന് പൊക്കിയിട്ട് നമുക്ക് ആ കാർഡ്ബോർഡ് മാറ്റാം. ഇതിൻ്റെ ഫ്രണ്ട് ഇതുപോലെ ഇരിക്കും സ്ക്രീൻ, ബാക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് ബാക്ക് ഇരിക്കുക. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് സിൽവർ കളറാണ്. സൈഡിൽ എൻ്റെ മോൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ അതിൻ്റെ മേലെയുള്ള ഒരു സ്റ്റിക്കർ ഉണ്ട്, അത് എടുത്ത് മാറ്റിയിട്ട് ചെരിച്ച് വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ മാക്ബുക്ക് അതുപോലെ ആപ്പിളിൻ്റെ വേറെ ലാപ്ടോപ്പ് മോഡൽസ് ഒന്നും ചൂസ് ചെയ്യാഞ്ഞത് ഈ iMacൻ്റെ ഡിസ്പ്ലേ വലുതായതുകൊണ്ടായിരുന്നു. വലിയ സ്ക്രീൻ ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ കുറച്ചും കൂടിയും ഈസിയാണ്. അപ്പോൾ ഞാൻ മുമ്പ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിരുന്നത് ലാപ്ടോപ്പിലും അതുപോലെ ഐപാഡിലൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വലിയ സ്ക്രീനുള്ള ഡിവൈസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ ഇത് 24 ഇഞ്ച് സ്ക്രീനാണ്. പിന്നെ പ്രൊട്ടക്ഷൻ സ്റ്റിക്കർ നല്ല അടിപൊളിയായിട്ട് സ്ക്രീനിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആദ്യം പീൽ ചെയ്ത് മാറ്റാം. പിന്നെ ഇതിൻ്റെ കോൺഫിഗറേഷൻ 8GB റാമും 256 GB SSD ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമുള്ളൂ. കൂടിയ റാമും ഹാർഡ് ഡിസ്കും വേണ്ടവർ അതനുസരിച്ചുള്ള കോൺഫിഗറേഷൻ എടുക്കുക. അപ് ടു ഒരു 2 TB ഹാർഡ് ഡിസ്ക് വരെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ പവർ ബട്ടൺ. പവർ കണക്ഷനും കൊടുക്കുന്നത് ബാക്കിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കേബിൾ വരുന്നത് മാഗ്നറ്റിക് കേബിളാണ്. ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഫിക്സ് ആയിക്കോളും. പിന്നെ 4 USB-C ടൈപ്പ് പോർട്ട് വരുന്നുണ്ട്. അതിൽ 2 എണ്ണം തണ്ടർ ബോൾട്ടും ആണ്. പിന്നെ ഇതിൻ്റെ M1 ചിപ്പ് വരുന്നത് 8 കോർ CPU-യും 8 കോർ GPU ആണ് അതിനകത്ത്. അപ്പോൾ CPU-യിൽ 4 പെർഫോമൻസ് കോറും ഉണ്ട്, 4 എഫിഷ്യൻസി കോറും ഉണ്ട്. പിന്നെ ഇതിൻ്റെ GPU-യിൽ 16 കോർ ന്യൂറൽ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഗ്രാഫിക്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യും ഇതിൽ. പിന്നെ എഡിറ്റിങ്ങും ആയാലും നല്ല പെർഫോമൻസ് ആണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇതിൽ തന്നെ എഡിറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ അതിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഇതിൻ്റെ കൂടെ കിട്ടിയ ആക്സസറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് മാജിക് കീബോർഡ്. ഇത് വയർലെസ് കീബോർഡാണ്. ഇതിൻ്റെ സൈസ് വളരെ ചെറുതാണ്. നമ്മൾ നോർമൽ ലാപ്ടോപ്പിൻ്റെ കീബോർഡിൻ്റെ അത്രയ്ക്കേ കാണുള്ളൂ. അടുത്തത് വന്നിട്ട് USB-C ടൈപ്പ് ടു ലൈറ്റ്നിങ് കേബിളാണ്. ഇത് വെച്ചാണ് നമ്മൾ കീബോർഡും മൗസും ഒക്കെ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇത് മൊബൈൽ കണക്ട് ചെയ്യാനും യൂസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പവർ അഡാപ്റ്റർ. ഇതിൻ്റെ പിന്ന് മാഗ്നറ്റിക് പിന്ന് ആയതുകൊണ്ട് ഇത് കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. പിന്നെ ഇതിൻ്റെ ലാൻഡ് പോർട്ട് വരുന്നതും ഈ പവർ അഡാപ്റ്ററിൻ്റെ അകത്താണ്. അടുത്തത് ഇതിൻ്റെ പവർ കേബിള്. ഇത് വന്നിട്ട് 16 ആംസിൻ്റെ 3 പിന്നാണ് വരുന്നത്. ഇത് കണക്ട് ചെയ്യാനും പവർ പ്ലഗിലേ പറ്റുള്ളൂ. പിന്നെ ഇത് മാജിക് മൗസ്. ഇതും വയർലെസ് മൗസാണ്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് iMacൻ്റെ കൂടെ കിട്ടുന്നത്.